ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിൽ വന്നാണ് കൊണ്ട് കേട്ടോ. ഞാനിന്നൊരു യാത്രയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ 6 മണിക്ക് തന്നെ ഉണർന്ന് നല്ലപോലെ ഫ്രഷായി ഒരുങ്ങി ഇറങ്ങി നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുക. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ എൻ്റെ കൊച്ചച്ഛൻ്റെ മോള് നൂലുകെട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊച്ചച്ഛൻ്റെ വീട്ടിലാണ് പോകുന്നത്. അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടന്നതിന് ശേഷം നമ്മളാണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ആ സമയം നോക്കി അമ്മാമ്മ ലോട്ടറി ടിക്കറ്റും എടുത്തു. പിന്നെ അങ്ങനെ കാത്തു നിന്ന് ഒടുവിൽ ബസ് കിട്ടി, അങ്ങനെ സീറ്റും കിട്ടി. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു ബസ് കയറി വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനമാണെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം. അങ്ങനെ നമ്മൾ വീട്ടിനകത്ത് കയറി നമുക്കാണെങ്കിൽ ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇഡലി സാമ്പാറും ആയിരുന്നു. അങ്ങനെ ഞാൻ പോയ വീട്ടിലാണെങ്കിൽ അവിടെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് എടുത്ത് യൂട്യൂബിൽ ഇടണമെന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് വേറെ ആരുമല്ല, ആ ഒരു ആൻറ്റിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു കണ്ണാടി കണ്ടു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും എടുത്തു. പിന്നെയാണെങ്കിൽ എനിക്ക് നല്ല പൂ ഇട്ടിട്ടുണ്ടായിരുന്നു തലയിൽ വെക്കാനായിട്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു പൊട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോകുമ്പോൾ പൊട്ട് പോലും കളഞ്ഞു പോയാലോ. ആ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൻറ്റിയാണ് കേട്ടോ ആ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മൾ ആ ഒരു വീട് വിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി വേറെ ടൂറിസ്റ്റ് ബസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ നൂലുകെട്ട് വീട്ടിൽ പോകാനായിട്ട്. പിന്നെ നമ്മളിതാ ആ ഒരു ബസ്സിനകത്തൊക്കെ കയറി. അവിടെ ഫുള്ള് നീലമയമായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും കയറിയതിന് ശേഷം ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ പോയിരുന്നത് ബാക്ക് സീറ്റിലായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ബസ്സിനകത്ത് ഫുള്ളും നീല കളർ ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. കൊല്ലത്താണ് ഞാൻ പറഞ്ഞ ആൻറ്റിയുടെ വീട്. അതുകൊണ്ട് തന്നെ കുറേ നേരം ബസ്സിനകത്ത് ഇരിക്കണം. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല പാട്ടൊക്കെ ഇട്ട് എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ചിലവരൊക്കെ ഉറക്കമായിരുന്നു ബസ്സിനകത്ത്. ബസ്സിനുള്ളിൽ ഇരുന്നപ്പോഴത്തേക്ക് 2 ആൻറ്റിമാർ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു, സബ്സ്ക്രൈബൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിൽ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണ് ഈ ഒരു കുട്ടിയെ കാണുന്നത് കേട്ടോ. കുഞ്ഞുമാവയുടെ പേര് എന്ന് പറയുന്നത് ദേവു എന്നാണ്. അങ്ങനെ പകുതി സമയം അവളുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മളാണെങ്കിൽ പിന്നെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ശ്രമിച്ചിട്ടും എനിക്ക് ബസ്സിൻ്റെ ഫ്രണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ബസ് നിർത്തിയപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി എടുത്തതാണ്. പിന്നെ എല്ലാവരും വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ ബസ്സിനകത്ത് കയറി ഇറങ്ങുന്നവരെ ഞാൻ മുഖം എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയില്ല. പിന്നെ ക്യാമറയിൽ നോക്കി, അതിനിറക്കം കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളാണെങ്കിൽ വീട് കണ്ടെത്താനായിട്ടുള്ള ഇതിലായിരുന്നു. പിന്നെ നമ്മൾ വീടൊക്കെ കണ്ടെത്തി. ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിനുള്ളിലോട്ട് കയറി. അപ്പോൾ നൂലുകെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞുവാവയെ കാണാനായിട്ട് നമ്മൾ റൂമിൽ പോയി കുഞ്ഞുവാവയൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എടുക്കാനൊക്കെ നല്ലപോലെ തോന്നി. അപ്പോൾ അവളുടെ പേര് ഞാനാണെങ്കിൽ ലാസ്റ്റ് സർപ്രൈസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം എടുക്കാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എടുത്തപ്പോൾ നല്ല പോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. അങ്ങനെ അവിടെ കുറച്ച് കുസൃതികളൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് അവിടെ വേറെ ജ്യൂസൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഒരു കപ്പ് ജ്യൂസും വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ട് ബാക്കി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മാംഗോ ജ്യൂസായിരുന്നു കേട്ടോ വെൽക്കം ഡ്രിങ്കായിട്ട് കിട്ടിയത്. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ബാക്കി നൂലുകെട്ട് ചടങ്ങുകളൊക്കെ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത് കുറേ ഇലകളിങ്ങനെ വിരിച്ച് അതിൻ്റെ മുകളിൽ ഓരോരോ കറികളും വിളമ്പി വെച്ചു. വേറൊരു വാഴയിലയിലാണെങ്കിൽ വിളക്കും പിന്നെ കിണ്ടിയും കുറച്ച് കപ്പിൽ അരിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിൻ്റെ ചടങ്ങുകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ഒരു പ്ലേറ്റിലാണെങ്കിൽ കുറച്ച് അരിയും വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഇലകളിൽ അവർ കറികൾ ഓരോന്നായിട്ട് വച്ചു. അപ്പോൾ ഞാൻ ഒന്നും അറിയാതെ ഞാൻ ഒരു സൈഡിലിരുന്ന് എല്ലാം നോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്നെ പോലെ തന്നെ നോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇലകളിൽ കറിയൊക്കെ റെഡിയാക്കി. അപ്പോൾ അവിടുത്തെ ക്യാമറാമാനാണെങ്കിൽ ക്യാമറയൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട്. വിളക്ക് വച്ചിട്ടില്ലാത്ത ബാക്കി 4 ഇലകളിലും ഇതുപോലെ തന്നെ ചോറ് വയ്ക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുവാവയ്ക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള തളയും വളയും അരഞ്ഞാണവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു പച്ചരിയുടെ മുകളിൽ വച്ചു.
കറികളൊക്കെ അങ്ങനെ അവസാനം എല്ലാം വച്ചു കഴിഞ്ഞു. മുഖ്യമായിട്ട് ഈ ഒരു നൂലുകെട്ടിനാണെങ്കിൽ വാഴയിലയിൽ മുട്ടയും പിന്നെ കരുവാട് കറിയും ആവശ്യമാണ്. പിന്നെ അതും വച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനി അടുത്താണെങ്കിൽ കുറച്ച് കൊതുമ്പിൽ തുണി ചുറ്റി അതിൽ എണ്ണ ഒഴിച്ച് കത്തിച്ച് ഓരോ ചോറിൻ്റെ പുറത്തും ഇതുപോലെ തന്നെ വയ്ക്കുന്നുണ്ടായിരുന്നേ. അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലപോലെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കുഞ്ഞാവെ ഞാൻ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ഉറക്കത്തിലായിരുന്നു കേട്ടോ. എൻ്റെ ചെറിയ വിരലിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കുഞ്ഞാവയുടെ കാല്. അങ്ങനെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിരുന്നു. നല്ല വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ വാഴയിലും വയ്ക്കാത്ത ഒരു സംഭവമാണ് ഈ ഒരു പായസം എന്നുള്ളത്. ഇവരിത് രാവിലെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ മധുരമൊന്നും ഇല്ല. ഞാനാണെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട് ഇരുന്ന അവർ കഴിക്കുന്ന പോലെ തന്നെ കുറച്ച് പായസം എടുത്ത് അച്ചാറിൽ മുക്കി വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ അനിയത്തി അതുപോലെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ബാക്കിയുള്ള കറികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചോറും പപ്പടവും ബാക്കിയുള്ള ഇഞ്ചിക്കറിയും ഒക്കെ. വിളമ്പുന്ന മാത്രമല്ല ഫേസും കാണിക്കണമെന്നാണ് ആ ഒരു അങ്കിൾ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോയിൽ അങ്കിളിനെയും കൂട്ടി. പിന്നെ അങ്ങനെ ചോറും പരിപ്പും പപ്പടവും വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് സാമ്പാറിൻ്റെ ഊഴമാണ്. പിന്നെ വേറൊരു അങ്കിളാണെങ്കിൽ സാമ്പാർ കൊണ്ടുവന്നു. പിന്നെ അടുത്തിരുന്ന പപ്പടവും കൂട്ടി അതും അകത്താക്കി. നല്ല ചൂട് അടപ്രഥമൻ പായസവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും പപ്പടവും പഴവും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചോറ് ഇത്തിരി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അടുത്ത് പിന്നെ ബോളി വന്നു. പിന്നെ അടുത്ത് സേമിയ പായസം വന്നു. പിന്നെ അതും ഇങ്ങനെ മടക്കി അതിലൊന്നൊരു പീസ് എടുത്ത് കഴിച്ചു. അങ്ങനെ പായസവും കഴിച്ചു. ഇനി അടുത്താണെങ്കിൽ നമ്മളുടെ രസത്തിൻ്റെ ഊഴമാണ്. പിന്നെ ലാസ്റ്റ് മോരും രസവും കൂടെ കയ്യിൽ വാങ്ങിച്ചങ്ങ് കുടിച്ചു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് സദ്യയും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഗാർഡനിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയൊരു ചെടി കണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ പൂക്കളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പഴുത്തിട്ടില്ല. അപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് ടെറസിൻ്റെ മണ്ടയിൽ നല്ല കാഴ്ചകളുണ്ടെന്ന്. പിന്നെ അവിടെ പോയപ്പോൾ നല്ല രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്പിൽ കയറി വന്നപ്പോഴത്തേക്കും അവിടെ ചെറുതായിട്ട് എർത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാലിന് മാത്രം വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല എൻ്റെ അനിയത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പാപ്പ ചെരുപ്പിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ സേഫായിട്ട് കയറി വന്നു. അങ്ങനെ അതിൻ്റെ അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ അപ്പാപ്പ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഡ്രാഗൺ ഫ്രൂട്ട് ഫാമിൽ വന്നാണ് കൊണ്ട് കേട്ടോ. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പടി ഇതാണ് കേട്ടോ. അടിയിൽ എർത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴത്തേക്കും കാലിൽ ഇങ്ങനെ കയറും. നമ്മൾ ചെരുപ്പെടുത്തിട്ടുണ്ട്. അങ്ങനെ സേഫായിട്ട് നമ്മൾ താഴെ എത്തി. പിന്നെ അടുത്ത് നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കുഞ്ഞാവെ കണ്ട സന്തോഷത്തിൽ തിരിച്ച് ബസ്സിനകത്ത് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ബസ്സിൻ്റെ അടുത്ത് എത്തി. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ പാട്ടാണ് ഇട്ടത്. അപ്പോൾ ഇപ്പോഴങ്ങോട്ട് തിരിച്ചു പോകുന്ന നേരത്ത് സിനിമ ഇടാനായിട്ട് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ ചേട്ടനാണെങ്കിൽ സിനിമ ഇട്ടു. അതാണ് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ ഏത് സിനിമയാണെന്ന് അറിയോ നിങ്ങൾക്ക്? മിക്കവരും കണ്ടിട്ടുള്ള സിനിമ തന്നെയാണ്. ഞാൻ ഇത്തിരി കാണാൻ ലേറ്റായി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. നമ്മളാണെങ്കിൽ പടക്കളം സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എല്ലാവർക്കും ചെറുതായിട്ട് ബോറടിച്ചുവെങ്കിലും ബാക്കി ആ ഒരു വീഡിയോൻ്റെ ക്ലൈമാക്സ് വരെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ സിനിമ കണ്ട് നമ്മൾ സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ബസ്സിനകത്തിരുന്ന് അമ്മാമ്മയ്ക്ക് താറ്റയൊക്കെ കൊടുത്ത് നമ്മൾ പിന്നെ വീട്ടിൽ പോയി. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.